ഹലോ എവരിബഡി, ഞാൻ നിങ്ങളുടെ സൈസ് സാറാണ്. ഇംഗ്ലീഷ് നമുക്ക് ഇതുവരെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. 2 പ്രോസും 1 പോയും അല്ലേ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഏത്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതൊരു ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ആ ഓതറിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം അല്ലേ. ശരിക്കും ഇംഗ്ലീഷ് നമ്മൾ 10ാം ക്ലാസ് എക്സാമിനൊന്നും സാധാരണ ചോദിക്കാറില്ല, ബയോഗ്രഫി ശരിക്കും ചോദിക്കാറില്ല. എന്നാലും നമുക്കൊരു മെയിൻ ഐഡിയ ഉണ്ടായിരിക്കണം ആരാണ് എഴുതിയിരിക്കുന്നത്. ഇനി കമ്മിങ് ഡേയ്സ് അല്ലേ, ഇനിയുള്ള വർഷങ്ങളിലൊക്കെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് ഈ ചാപ്റ്ററൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാണ് അല്ലേ. ഒന്നുകൂടി ഉറപ്പ് വരുത്താം. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാണ് നമ്മളെ ഫസ്റ്റ് യൂണിറ്റ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഓതറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇദ്ദേഹം റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആരാ? അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡീസൻ്റ്. ഇറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഇംഗ്ലീഷുകാരനും അമ്മ ഒരു ആംഗ്ലോ ഇംഗ്ലീഷുകാരനും. അതായത് അദ്ദേഹത്തിന് ഒരുപാട് നോളജ് ഇതുവഴി നമുക്ക് കുട്ടികളുടെ ചിൽഡ്രൻ ലിറ്ററേച്ചർ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് കുറേ ഫേമസ് തന്നെ, അതായത് കുട്ടികൾക്ക് ലിറ്ററേച്ചർ കൂടുതൽ എഴുതിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇത്രയും കൂടുതൽ ഫേമസ് ആകുന്നത്. വളരെ വിശ്വവിഖ്യാതനായ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ചരിത്രങ്ങളാണ് നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഷോർട്ട് സ്റ്റോറി ഓക്കെ. ഈ അഡ്വഞ്ചേഴ്സ് എല്ലാവർക്കും അറിയാം. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ക്ലൈംബിങ് എ ട്രീ അല്ലേ, സ്കൈ ഡ്രൈവിങ്, മൗണ്ടെയിൻ ക്ലൈംബിങ് എ മൗണ്ടെയിൻ എന്നൊക്കെ പറയും. സം കൈൻഡ് ഓഫ് റിസ്കി നമ്മൾ എടുക്കും അല്ലേ. അതുമാതിരി ഇവിടെ അഡ്വഞ്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ മരം കയറുന്നതും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പും അല്ലേ, ആ കിളികളോടുള്ള ആ ചങ്ങാത്തവുമാണ് ഇവിടെ അഡ്വഞ്ചേഴ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബനിയൻ ട്രീ എല്ലാവർക്കും അറിയാം, ആൽമരാണ് അല്ലേ. ആൽമര എല്ലാവർക്കും അറിയാം. അപ്പം ഞാനൊരു പിക്ചർ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ശരിക്കും മനസ്സിലാവും. എന്താ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ആൽമരത്തിൽ അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചേഴ്സാണ് നമ്മൾ റസ്കിൻ ബോണ്ട് ശരിക്കും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ റസ്കിൻ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അദ്ദേഹം ഒരു ചെറിയ കുഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ പറയുന്നത്. അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ല, അവർ ജോലിക്ക് പോകും. അപ്പോൾ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയുള്ള ആ കുട്ടിക്കാലത്തെയാണ് അദ്ദേഹം ഇതിലൂടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ഈ മനോഹരമായ ഷോർട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കൊക്കെ ഒരുപാട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല മനോഹരമായ പ്രകൃതിയും എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഒരു വീടും അതിൽ വല്ല ആൽമരവും എല്ലാമാണ് ഇതിലൂടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ചാപ്റ്ററിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അല്ലേ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം, ഒരു നോട്ട് ബുക്ക് ഉണ്ടാവണം, അതോടുകൂടെ ഒരു പേനയും ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്ക് ഉഷാറായി പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because of grandfather at the age of 65 could no longer climb it. എല്ലാവരും വായിക്കുമ്പോൾ കൈവെക്കണേ. എന്നൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ ഈ ഓരോ ലൈനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു പക്ഷേ എക്സാമിന് ചോദിച്ചേക്കാം. പാസേജ് തന്നിട്ട് ഒരു പക്ഷേ ഒരു ഡിഫിക്കൽട്ട് വേർഡേക്കാണ് നമുക്ക് ഫസ്റ്റ് തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് മനസ്സിലാക്കുക, ആ ഡിഫിക്കൽട്ട് വേർഡിൽ ഒരുപക്ഷെ നമുക്ക് 1 മാർക്ക് പോലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എല്ലാ മാർക്കും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. അപ്പോൾ ശരിക്കും എല്ലാവരും പാസേജിലേക്ക് നോക്കണം. ഓക്കെ, ദെൻ at the age of 65 could no longer climb it. Okay, grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. Okay, full stop. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure.
The tree was older than the house, older than grandfather, as old as the town of Dhara, nestled in a valley at the foot in the Himalayas. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ രീതിയിലും കുട്ടികളുണ്ടാവും. എബോവ് ആവറേജ്, ബിലോ ആവറേജ്, ആവറേജ് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ക്ലാസ് നിലയ്ക്ക് എല്ലാം റൂട്ടിലൂടെ ശരിക്ക് മീനിങ്ങളൊക്കെ പറഞ്ഞിട്ടേക്കാരം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഫസ്റ്റ് പാരഗ്രാഫിനെ ഞാൻ ഫസ്റ്റ് വായിച്ചത് ഇതിൻ്റെ അർത്ഥം പറയാം. Though the house and grounds of our home in India were grandfather's domain. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അല്ലേ നാട്ടിലെ ഒരു ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാം, ഇപ്പോൾ ഈ ക്ലാസ് റൂം അല്ലേ ഇത് സാറ ഡൊമൈനാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കുട്ടികൾ സംസാരിക്കുക എന്ത് ചെയ്താൽ എന്താ പറയും? നമ്മൾ പറയും ഗെറ്റ് ഔട്ട്. കാരണം ഇവിടുത്തെ നോംസ് നമ്മൾ പാലിക്കേണ്ടേ. അതേ രീതിയിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ഡൊമൈനായിരുന്നു ആ ഏരിയ മൊത്തം, വീട് അതിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ആ വീട്ടിൽ എന്തുണ്ട്? വീടിൻ്റെ അപ്പുറത്ത് നമ്മൾ അല്ലേ മുറ്റത്ത് എന്തുണ്ട്? വലിയൊരു ആൽമരമുണ്ട്. അതിൻ്റെ ഫുൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏരിയ ഇല്ലേ എന്ന് പറയാറില്ലേ. പക്ഷെ ഇതൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആണെങ്കിൽ പോലും ഈ നമ്മൾ ഈ മരം ആൽമരം ആരുടെ ഡൊമൈനില്ല, അത് എൻ്റെ ഡൊമൈനില്ല, ഞാൻ കുട്ടിയാണ്. അതിന് കാരണം പറയുന്നുണ്ട് അല്ലേ. അറ്റ് ദ ഏജ് ഓഫ് 60, ചീഫ്ലി ബിക്കോസ് ഓഫ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ്. കാരണം എന്താ? നമ്മളെ മുത്തച്ഛന് എത്ര വയസ്സായി? 65, 65 വയസ്സായി. അപ്പോൾ ആ മുത്തച്ഛന് ആ മരം കയറാൻ പറ്റുമോ? ഇല്ല. സ്വാഭാവികമായിട്ട് അതിൽ കയറാൻ പറ്റുന്ന ഒരാൾ ആരാ? ഞാൻ. അപ്പോൾ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ആർക്കാ? എനിക്കാ. ബാക്കിയുള്ളത് മുത്തച്ഛൻ തന്നെ ഇട്ടോട്ടെ, വീട്, ഇതിൻ്റെ മുറ്റം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഗാർഡൻ ഒക്കെ മുത്തച്ഛൻ എടുത്തോട്ടെ. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? ഞാനാണ്. ഉത്തരവാദിത്തം മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നല്ല, മറിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും അതിലേക്ക് കയറാനും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഞാനായിരുന്നു നോക്കിയിരുന്നത്. ആരാ ഈ കഥ പറയുന്നത്? നമ്മളെ റസ്കിൻ ബോണ്ടാണ്. കുഞ്ഞു റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലൂടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ഓക്കെ, അങ്ങനെ ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം. ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? കളിയാക്കും. ഞാൻ ഡിഫിക്കൽട്ട് വേർഡല്ല, സിമ്പിൾ വേർഡായത് എഴുതിയിട്ടില്ല കേട്ടോ. ടീസ് എന്നെ കളിയാക്കും, എപ്പോഴും കളിയാക്കും. എന്തിനേയും അബൌട്ട് ദീസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൻ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 170 അല്ലേ, 117 വർഷം വരെ ജീവിച്ചിരുന്നൊരു കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ഇംഗ്ലീഷ് വുമൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കളിയാക്കുന്നത്. അത് മുത്തശ്ശനെ എന്താ പറയുന്നത്? ആ ഇംഗ്ലീഷ് സ്ത്രീ വുഡ് ഹാവ് ലീവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. ആ 117 വയസ്സിൽ ഒരു ആപ്പിൾ മരത്തിൽ കയറുന്നു. ഓക്കെ, എന്നിട്ട് അങ്ങനെ കയറി വീഴുന്നു, മരണമടയുന്നു. എന്നിട്ട് മുത്തശ്ശി പറയാം മുത്തശ്ശനോട്, 117 വർഷം ആ സ്ത്രീ അവിടെ ജീവിച്ചു. ആ ആപ്പിൾ മരത്തിലെങ്ങാനും കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് 65 വയസ്സായില്ലേ മനുഷ്യ, ഞാൻ മരത്തിലൊന്ന് വെറുതെ കയറാൻ പോകണ്ട, എങ്ങാനും കയറിയ മറുകയാ എന്ന് പറയാറില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പോഴും കളിയാക്കും, അവിടേക്ക് പോകണ്ട. പക്ഷെ അതെനിക്ക് ലാഭമായി. ഫുൾ ഡൊമൈൻ ആരായി? ആ ഡൊമൈൻ എൻ്റെ അധീനതയിലായി. ഓക്കെ, ഞാനായിരുന്നു അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഓക്കെ, ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ്. ഇനി പറയാൻ പോകുന്ന ആ ബനിയൻ ട്രീൻ്റെ പ്രത്യേകതകളാണ്. എന്താണ് പ്രത്യേകത? ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. അത് വിശാലമായി, നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ഫോട്ടോ കാണിച്ചു അല്ലേ, അത് പണ്ടത്തെ കാവുകളിലൊക്കെ ഉണ്ടാവും വലിയ വലിയ ആൽമരങ്ങൾ പോലെ, കാടുകളിലൊക്കെ പോയാൽ കാണും. അത് വിശാലയിക്കാരം അല്ലെ. അതിൻ്റെ ബ്രാഞ്ചസ് എന്താ? എല്ലായിടത്തും പരന്ന് സ്പ്രെഡിങ് അല്ലേ. സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദി ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ഇൻ ടു ദ ഗ്രൗണ്ട്. കർവ്ഡ് എന്ന വീണ്ടും എന്തായി? അതിൻ്റെ ബ്രാഞ്ചസ് കൊണ്ട് മുട്ടുക, ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക്. ആൻഡ് ടുക്ക് റൂട്ട് അഗൈൻ, വീണ്ടും താഴേക്ക് മുട്ടി അതിൽ നിന്നെന്തായി? വേരുകൾ ഉണ്ടായി. ഓക്കെ, ദെൻ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ഈ മെയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂഷൻ എന്നാണ് അല്ലേ. കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താ? ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് എന്ന ഒരുപാട് കേവുകൾ ഉണ്ടാക്കി അല്ലേ. ആർച്ചസുകളും കേവുകൾ ഉണ്ടാക്കിയ അതിലൂടെ കുട്ടികൾക്ക് കളിക്കാനും അല്ലേ പോകാനൊക്കെ ഭയങ്കര രസയിക്കാരം. പണ്ടത്തെ വലിയ വലിയ ആൽമരത്തിൻ്റെ, കാരണം ഒരുപാട് പരന്ന് കിടക്കുന്ന വിശാലമായ മരയിക്കാരം അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ്. അപ്പം അത് ഗൈവ് മീ എൻഡ്ലെസ് പ്ലഷർ. നമ്മളെപ്പോലെ തന്നെ ആർക്കും നമ്മളെ കുഞ്ഞു റെസ്പോണ്ടിന് ഒരുപാട് പ്ലഷർ നൽകി. നല്ല രസം കളിക്കാനും ഒരുപാട് പക്ഷികളും എല്ലായിടത്തും. പിന്നെ നമ്മൾ അണ്ണാൻ്റെ കഥകളൊക്കെ എടുത്ത് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സ്ക്വിറലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. ഇനി ആ ബനിയൻ ട്രീൻ്റെ പ്രത്യേകത പറയാണ്, നമ്മളെ വീടുണ്ടാക്കിയതിന് മുന്നുണ്ട് ഈ ശരിക്കും ഈ മരം.
ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് 65 അല്ലേ ഏജ് ആയി, അതിനേക്കാൾ മുന്നുള്ള മരമാണ്. അതുമാത്രമല്ല ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറാഡൂൺ എന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹിമാലയത്തിൻ്റെ പറയുന്നത് നെസ്ലിൻ ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദി ഹിമാലയാസ്, ഹിമാലയത്തിൻ്റെ അല്ലെ ഹിമാലയൻ പർവ്വതനിരകളുടെ താഴെയുള്ള ചില ഏരിയയാണ് ഈ ഡെറാഡൂൺ എന്ന വലിയ ടൗണുകാരൊക്കെ. അപ്പോൾ ആ ടൗണിൻ്റെ അത്ര ഭയക്കുണ്ടെന്ന് പറഞ്ഞാൽ ഈ ബനിയൻ ട്രീ അത്രക്കും പ്രായമുള്ള ഒരു മരമാണ് എന്നാണ് മനസ്സിലായത്. അപ്പം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ എല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇതിൽ ഡിഫിക്കൽട്ടി വേർഡുകൾ എന്ന് പറഞ്ഞാൽ മെയ്സ് ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാഗ്നിഫിഷ്യൻ്റ് ഞാൻ പുറത്ത് വിട്ടുപോയ മാഗ്നിഫിഷ്യൻ്റ് വളരെ മനോഹരമായ എന്നുള്ളതാണ്. ഓക്കെ, മാഗ്നിഫിഷ്യൻ്റ് എന്നാൽ മരം കാണാൻ ഭയങ്കര രസമാണ് മാഗ്നിഫിഷ്യൻ്റ്. പിന്നെ ടീസ് എല്ലാവർക്കും കളിയാക്കുക എന്നുള്ളതാണ്. ഒക്കെ ബാക്കിയുള്ളൊക്കെ സിമ്പിൾ വേർഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഇതിൽ ബോൾഡായിട്ടൊന്നും കൊടുത്തില്ല. ഫസ്റ്റ് പാരഗ്രാഫ് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റിലേക്ക് വീണ്ടും നോക്കണേ, ശ്രദ്ധിക്കണേ. ചില ഡിഫിക്കൽട്ട് വേർഡ്സുകൾ ഉണ്ടാവും, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ചില ഡിഫിക്കൽട്ട് വേർഡ്സ് അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അതിലേക്ക് തന്നെ നോക്കണം. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്വിരൽ. Arching his back and sniffing into the air, he seemed at first to resent my invention of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I start leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hand. ശ്രദ്ധിക്കുക, അർത്ഥം പറയാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്വിരൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരായിരുന്നു? സ്ക്വിരൽ എന്ന് എല്ലാവർക്കും അറിയാം, അണ്ണാൻ കുഞ്ഞില്ലേ, ഗ്രേ കളറുള്ള കരം. അപ്പോൾ ചെറിയൊരു അണ്ണാൻ കുഞ്ഞായിരുന്നു എൻ്റെ ഫ്രണ്ട്. ഈ ആൽമരത്തിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന ആരാ? അണ്ണാൻ കുഞ്ഞ്. അതുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. പക്ഷേ എങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് എങ്ങനെ വന്നു അതും കൂടി നമുക്ക് അറിയണ്ടേ. സാധാരണ നമ്മളുണ്ടാവില്ല, ചെറിയ കുഞ്ഞുങ്ങൾ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവും, ഭയങ്കര രസമാണ് അല്ലേ. വീടുകളിലൊക്കെ ചെറിയ പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുത്തു നോക്കൂ, ഭയങ്കര രസമായിട്ടുള്ള കൊണ്ട് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് കൂടും, നമ്മളോട് ഒരുപാട് അല്ലേ. അവർ വീണ്ടും ഫുഡ് കഴിക്കാനൊക്കെ തോന്നും. ചില ആൾക്കാരെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലും എല്ലായിടത്തും കാണാൻ പറ്റും അല്ലേ. അണ്ണാൻ കുഞ്ഞൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന ചില പക്ഷികൾക്കും മൈനകൾക്കൊക്കെ ഫുഡ് കൊടുക്കുക അല്ലേ, ഭയങ്കര രസമല്ലേ. അപ്പോൾ ഒരു നേച്ചറുമായിട്ട് നമ്മൾ കൂടുതൽ ഇണങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഭാഗം നിങ്ങളോട് ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുക. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. ഈ നേച്ചർ എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് ശരിക്കും ആസ്വദിക്കാനുള്ളതാണ്. മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ അല്ലേ. നല്ല ഹാർമണിയോട് കൂടെ, നല്ല ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നേച്ചർ. നമുക്ക് കണ്ണ് കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് കളയാതൊന്നും ചെയ്യരുത്. ഹാർമണിയോട് കൂടെ ജീവിച്ചാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും, പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും അല്ലേ. എന്തൊരു രസമായിരിക്കും അത്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. മെസ്മറൈസിങ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ്, എൻചാൻഡ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര രസമാണ് അല്ലേ. ഇതിനെ കൂടെ ഇങ്ങനെ ജീവിക്കുക, നേച്ചറോട് കൂടി ജീവിക്കുക, അതിൻ്റെ പഴങ്ങളൊക്കെ തിന്നുക, അതിനെ ആക്രമിക്കാതിരിക്കുക. അതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ നാടുകളിലേക്ക് ഒരുപാട് മരങ്ങളൊക്കെ മുറിക്കാറുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും അല്ലേ. അത് നമ്മെ തന്നെ ശരിക്കും കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ, അതാണ് ചെയ്യുന്നത്. ഇത് നോക്കി, ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് യുവർ നേച്ചർ? ഞാനിപ്പോൾ വായിക്കുന്ന മുകളിലത്തെ ചാപ്റ്ററിൻ്റെ ഭാഗമല്ല, മുകളിലത്തെ ഭാഗം കേട്ടോ, ശ്രദ്ധിക്കണേ. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നേച്ചർ? ലെഷർ ടൈം എന്ന് പറയുന്നത് ഫ്രീ ടൈം ഇല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ടൈം ഇല്ലേ. നമ്മൾ ഒരു കാര്യത്തിൽ ബിസി അല്ല, ആ സമയത്താണ് ലെഷർ ടൈം, ഫ്രീ ടൈം. അപ്പോൾ നിങ്ങൾ ചാൻസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ലെഷർ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നത്. എന്നിട്ടാണ് ചാപ്റ്ററിലേക്ക് വരുന്നത്. മനസ്സിലായി, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നൽകിയെന്നുള്ളൂ. അങ്ങനെ ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. നമ്മൾ ആ സ്ക്വിറിലേക്ക് വീണ്ടും വരികയാണ്. സ്ക്വിറിൽ എങ്ങനെയാ ആർച്ചിങ് ഹിസ് ബാക്ക് അല്ലേ, നമ്മൾ കണ്ടില്ല അണ്ണാൻ കുഞ്ഞിൻ്റെ വാലൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫ് ചെയ്യാൻ എന്താ? സ്നിഫ് എന്ന മണത്ത് നോക്കുക അല്ലേ. ഞാൻ ഡിഫിക്കൽട്ടി അല്ല, അതുകൊണ്ട് എഴുതിയിട്ടില്ല. സ്നിഫിങ് എന്ന മണക്കുക. into the air. He seemed at first to reason my invention. Reason, very important word. Reason. Feel bitterness at a action or a person. Reason നമുക്ക് വെറുപ്പ് ഉണ്ടാക്കുക അല്ലേ. ഫസ്റ്റ് വെറുപ്പ് ഉണ്ടാക്കുക ഒരു വ്യക്തിയോട് അല്ലേ, എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു വെറുപ്പാണ് റീസൺ. ഫീൽ ബിറ്റർനെസ് അല്ലേ, അറ്റ് എ ആക്ഷൻ ഒരു വ്യക്തിയോട് ഒരു ആക്ഷനോട് നമുക്ക് ഇങ്ങനെ അല്ലേ വെറുപ്പ് തോന്നും, അതാണ് റീസൺ. മൈ ഇൻവാൻഷൻ ഓഫ് ഹിസ് പ്രൈവസി. ഇൻവാൻഷൻ എന്ന് പറഞ്ഞാൽ ഇരച്ച് കയറുക. പ്രൈവസി ആണ്. ഞാൻ അത് ശരിക്കും
ബനിയൻ ട്രീ ആരുടേതായി? പക്ഷികളതും മൃഗങ്ങളതും അല്ലേ? ഞാൻ അതിൽ ഇടപെട്ട അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ? ഈവൻ സ്ക്വിരലിനൊക്കെ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, അവരുടെ ഫുഡൊക്കെ ഇല്ലാതാവില്ലേ? പക്ഷെ അത് ഞാൻ ഫസ്റ്റ് കടന്നു വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിക്ക് എന്തായി? ഒരു കോട്ടായി. ഇൻവാൻസ് ഇപ്പം നമ്മൾ പറയും ചൈന ചൈന ഇന്ത്യയെ ആക്രമിച്ച് ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സിന് എന്തായി? നമുക്ക് മൃത്യു വിളിച്ചു അല്ലേ? അവർ മരണപ്പെട്ടു അല്ലേ? നമുക്ക് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ അവർ ശരിക്കും ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അതോടെ നമ്മൾ ഇന്ത്യൻസിനെ അവരെ തുരത്തുകയാണ്. അവരുടെ ഒരുപാട് ആൾക്കാർ അതിലേറെ. പക്ഷെ അവർക്ക് ശരിക്ക് അതിൻ്റെ റിസൾട്ടൊന്നും അവർ ശരിക്കും പുറത്തു വരുന്നില്ല എന്നാണ്. ഇന്ത്യയിൽ മരിച്ച ജവാന്മാരെക്കാൾ ഉപരി അവൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പം അവരെ ഇൻവാൻഷൻ ചെയ്യാണ്, ഇരച്ചു കയറുകയാണ്. അതിനെതിരെയാണ് ഇന്ത്യ ശരിക്കും അവരെ ആക്രമിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ അവർ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തില്ല, അതല്ലേ? When he found that I did not arm myself with a catapult or air gun, he became friendlier. അപ്പോൾ ആദ്യം അദ്ദേഹം എന്നെ വീക്ഷിച്ചു. അവൻ നമ്മളെ കുഞ്ഞു റെസ്റ്റിംഗ് ബോണ്ട് എന്നെ കാട്ടുന്നില്ല, ഒന്നും ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എന്തായി? എന്നോട് ഇങ്ങനെ ചങ്ങാത്തം കൂടി അല്ലേ? ഞാൻ എന്തൊക്കെ കാറ്റപ്പൾട്ട് പറഞ്ഞു, എന്താ കവണ കണ്ടോ? കാറ്റപ്പൽറ്റ് അല്ലേ? കവണ എന്നുള്ളതാണ്. ഓക്കെ, ഇത് എല്ലാവരും വീട്ടിലേക്ക് നമ്മൾ കുഞ്ഞുകാലത്തൊക്കെ യൂസ് ചെയ്യുന്ന സംഗതിയാണ് അല്ലേ? ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ എയർ ഗൺ, അതായത് ഇതുമായിട്ടൊന്നും എന്നെ എന്നെ അമ്പിയെ ഒന്നും ചെയ്യില്ല, എന്നോട് നല്ല ഫ്രണ്ട്ലിയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയങ്കര കൂട്ടുകാരനായി മാറി. അങ്ങനെയാണ് ഈ കുഞ്ഞ് റസിംബോട് പറഞ്ഞ് ഈ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലൂടെ തന്നെ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കൂടി ആരോടാ? എൻ്റെ ആ കുഞ്ഞു സ്ക്രിലിനോടാണ്, ഈ അണ്ണാൻ കുഞ്ഞിനോടാണ്. ഓക്കെ, he became friendlier, and when I start leaving him pieces of cake and biscuit, he grew bolder. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് എന്തൊക്കെ കൊടുത്തു? കേക്ക് കൊടുത്തു, ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. നമുക്ക് നമ്മളെ അമ്മമാരും അച്ഛന്മാരൊക്കെ നൽകുന്ന ഫുഡില്ലേ, അത് ഞാൻ അവൻ കൊടുത്തു. അവൻ കൂടുതൽ ബോൾഡറായി അല്ലേ? grew bolder and finally became familiar enough to take food from my hands. ലാസ്റ്റ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. ഓക്കെ, അത് ഒരാൾ നമ്മൾ അടുത്തേക്ക് കൂടുതൽ ഫ്രണ്ട്സ് ആകുമ്പോൾ അല്ലേ, അവർ കൂടുതൽ നമ്മളോട് അടുക്കില്ലേ? അതേ രീതിയിൽ അവന് പുതിയ ഒരു അധികാരം മുന്നിലേക്ക് വരാൻ തന്നെ തുടങ്ങി. അതായത് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കൂടെ ജീവിച്ചു എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Before long he was delving into my pockets and helping himself to whatever he could find. He was very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. സ്വാഭാവികമായിട്ട് മറ്റുള്ളൊരാൾ നമ്മുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ അപ്പോൾ അവൻ്റെ കൂടെയുള്ള ആൾക്കാരെ അവർക്ക് അസൂയ ഉണ്ടാവും. അതാണ് ഇതിൽ കൂടെ ഈ പാരഗ്രാഫിലൂടെ പറയാൻ പോകുന്നത്. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടോ? ഡെൽവ്, ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി അല്ലേ? നമ്മൾ ശരിക്കും അണ്ണാൻ കുഞ്ഞൊക്കെ വിടുന്നത് ശരിക്കും തപ്പില്ല. അതായത് ഫുള്ള് ഫ്രീഡമാണ് അവർക്ക്. എൻ്റെ അടുത്ത് ഫുൾ ഫ്രീഡം. ഞാൻ ഫുഡ് കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു, കേക്ക് കൊടുത്തു. അപ്പം കൂടുതൽ ഫ്രീഡം കാണിച്ചു അല്ലേ? അവനക്ക് ലാസ്റ്റ് എന്തായി? അവനക്ക് എൻ്റെ അനുമതി ഇല്ലാത്ത തന്നെ ഒന്നും കൊടുക്കാം. അവസാനം ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെയൊക്കെ ശരിക്കും കീശൊക്കെ പരതൂലേ? അതിനാണ് പറയുന്നത് ഡെൽവ്, ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി. ഓക്കെ, ഇത് ഡിഫിക്കൽട്ട് വേർഡാണ്. എല്ലാവരും ഈ ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ എഴുതിയെടുക്കണം. വളരെ സിമ്പിളാണ്. ഓക്കെ, എഴുതിയെടുത്ത് നമുക്ക് എക്സാമിനൊക്കെ ശരിക്കും റിവിഷൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, himself to whatever he could find. He was a very young squirrel. അവൻ വളരെ പ്രായം കുറഞ്ഞ ചെറിയൊരു സ്ക്വിറൽ ആയിരുന്നു. And his friends and relatives probably thought him headstrong അല്ലേ? ഹെഡ്സ്ട്രോങ് അദ്ദേഹത്തിന് ഒരു കഴിവ് കിട്ടുക അല്ലേ? ബാക്കി ഒരു മനുഷ്യനോടാണ് ഈ കുഞ്ഞു സ്ക്വിറൽ ചങ്ങാത്തം കൂടുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ അമ്മയും അല്ലേ അച്ഛനൊക്കെ എന്ത് സ്ട്രോങ് ആണ് അവൻ ഒരു മനുഷ്യനോട് ഇങ്ങനെ ചങ്ങാത്തം കൂടാൻ എന്ന് പറയില്ലേ? ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. ഒരു മനുഷ്യനെ അദ്ദേഹം അല്ലേ അവർ ട്രസ്റ്റ് ചെയ്യുന്നല്ലോ. അപ്പോൾ എന്ത് ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ എന്ത് സ്ട്രോങ് ആണ് എന്ന് പറയുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഇതിൽ ഡിഫിക്കൽട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെൽവിങ് എന്നാണ് അല്ലേ? ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊക്കെ സിമ്പിൾ. അതായത് നമ്മൾ പോക്കറ്റിലേക്ക് ശരിക്കും നോക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇൻ ദ സ്പ്രിംഗ്, അങ്ങനെ വസന്തകാലം വന്നു. നെക്സ്റ്റ് പാരഗ്രാഫാണ്. വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്. റെഡ് ഫിഗ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ആൽമരത്തിലൊരു പ്രത്യേക തരം പഴമുണ്ടാകാറുണ്ട്. ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ഇതൊരു പ്രത്യേക തരം അല്ലേ? എന്ത് ഭംഗിയാണെന്നറിയോ? പക്ഷികളൊക്കെ വന്ന് വളരെ മനോഹരമായിട്ട് ഇത് തിന്ന് കഴിക്കും അല്ലേ? ഫിഗ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദിസ് ബ്രാഞ്ച്. ഫ്ലോക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്. ഫ്ലോക്ക് ഇതിൽ എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ,
ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ടു ദ ബ്രാഞ്ചസ് എന്നാൽ ഒരുമിച്ച് കൂടി പറഞ്ഞ ട്രാവൽ ഇൻ ടു ടുഗദർ ടു എറ്റ് അല്ലേ എന്ന് പറയാറില്ല, ഒരു ട്രീയിലേക്ക്, അതാണ് ബ്രാഞ്ചസിലേക്ക് ശരിക്കും കടന്നു വരിക, അതാണ് ഫ്ലോക്ക് അല്ലേ. അപ്പോൾ മഴയ്ക്ക് സ്പ്രിംഗ് കാലം അല്ല വസന്തകാലം ആവുമ്പോൾ എല്ലാ പക്ഷികളെല്ലാം നിറയെ പഴങ്ങളുണ്ടാവും ആ ആൽമരത്തിൽ, പക്ഷികളൊക്കെ ഇങ്ങനെ കടന്നു വരും അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, പലതരം പക്ഷികളെ ഇക്കാരം. റെഡ് ബോട്ടംഡ് ബുൾബുൾ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്താൽ കാണാം, ഈ ഒരു റോസ് മൈനാക്ക പറയല്ലേ പ്രത്യേകതരം ഒരു പക്ഷിയാണ്. ആൻഡ് ചീർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രൗസ് അല്ലേ, തത്തകൾ, ക്രൗസ് അല്ല, അതെല്ലാവർക്കും ഇത് സിമ്പിൾ ഓരോ ചെറിയ ചെറിയ നമ്മൾ സാധാരണ വീടുകളിലും നാടുകളിലും കാണുന്ന പക്ഷികളാണ്. അതൊക്കെ കടന്നു വന്നിട്ട് എന്താവും, സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദി ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ഇത് സ്ക്വാബിളിനെ മൈനർ ഫൈറ്റ്, എല്ലാവരും പരസ്പരം അടികൂടും. എന്താ വെച്ചാൽ ചെറിയൊരു അല്ലേ ഒരു പഴത്തിന് വേണ്ടി എല്ലാ പക്ഷികളും കലവില ശബ്ദം ഉണ്ടാക്കുന്നില്ലേ, അതിനാണ് സ്ക്വാബിൾ ഓക്കെ. മൈനർ ഫൈറ്റ്, ഇങ്ങനെ കലവില അടി ഉണ്ടാക്കുന്നതിനാണ് ശരിക്കും ഈ പക്ഷികളൊക്കെ ചെറിയ നമ്മളെല്ലാവിടത്തും നാടുകളിലേക്ക് കാണുന്ന ഒന്നാണ് അല്ലേ സ്ക്വാബിൾ ഓക്കെ. വിത്ത് ഈച്ച് അതർ ഓൾ ദി ടൈം ഡ്യൂറിംഗ് ദി ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോസിയസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ്. അങ്ങനെ ഏത് റീസണിൽ ഫിഗ് സീസൺ ഈ പഴമുണ്ടാകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും എല്ലാ നോസിയസ്റ്റ് പ്ലേസ്, റോഡ് സൈഡിലെ നോസിയസ്റ്റ് പ്ലേസ് നമ്മളെ ഈ ബനിയൻ ട്രീ ആകും. കാരണം എന്താ, അത്രക്കും പക്ഷികൾ, പലതരം പക്ഷികൾ, മൈന, ക്രൗസ് അല്ലെ, ബുൾബുൾ എല്ലാം, പാരറ്റ്സ്, എല്ലാ തരത്തിലുള്ള എല്ലാ കൈൻഡ്സ് ഓഫ് അല്ലെ പക്ഷികളൊക്കെ പറന്നു വന്ന് വളരെ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഡിഫിക്കൽട്ട് വേർഡ് ഒറ്റൊന്നുള്ളൂ, സ്ക്വാബിൾ അല്ലേ, മൈനർ ഫൈറ്റ് ബിറ്റ്വീൻ അല്ലേ എന്ത് പറയാ ഈ പക്ഷികൾക്കിടയിലുള്ള ഇതാണ് ഈ സ്ക്വാബിൾ മൈനർ ഫൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബേർഡ്സ്. നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണ്. And halfway up the tree I had built a small platform on which I would often spend the afternoon when it wasn't too hot. അങ്ങനെ നമ്മൾ ആ ബനിയൻ ട്രീ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നു, അതിലേക്ക് വരുന്ന പക്ഷികളെ കുറിച്ചൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഈ കുഞ്ഞു റെസിമ്പോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. വളരെ സിമ്പിളാണ്, അദ്ദേഹം ചെറിയ കുട്ടികളോട് പറയുന്ന രീതിയിലാണ് ഈ കഥ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, ശരിക്കും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ശരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെ ഇത്. അങ്ങനെ ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് വലിയ ഒരു എന്താണ് ആൽമര. അപ്പോൾ എൻ്റെ ഹാഫ് വേയിൽ എന്ത് ഐ ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം. നമ്മൾ ശരിക്കും ഏർമാടങ്ങളൊക്കെ ഉണ്ടാവില്ലേ മരങ്ങൾ മുകളിലൊക്കെ ഉണ്ടാക്കുന്ന മാതിരി, അതായത് അത്രയൊന്നുമില്ല, അത് ചെറിയൊരു എനിക്ക് നമുക്ക് കയറാനും വരാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ. ഓക്കെ, അവിടെ ഞാൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മരത്തിൻ്റെ കുറച്ച് മുകളിൽ. ഓൺ വിച്ച് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ആഫ്റ്റർനൂൺസ്. എങ്ങനെ ഞാൻ എപ്പോഴും വൈകുന്നേരങ്ങളൊക്കെ അവിടെയാണ് സ്പെൻഡ് ചെയ്യാറ്. വെൻ ഇറ്റ് വാസ് ടു ഹോട്ട് അല്ലേ, നല്ല ചൂടുള്ള അവസരങ്ങളിലല്ല, ചൂടൊക്കെ കുറയുന്ന സമയത്ത് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു പലകൊക്കെ ഉണ്ടാക്കി അതിലിരിക്കും. നല്ല രസമൊക്കെ അല്ലേ, അന്നൊക്കെ ഒരുപാട് നമുക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമുക്ക് കൂടുതലുണ്ടാവും അല്ലേ. അതേ രീതിയിൽ തന്നെ നമ്മൾ കുഞ്ഞ് റെസ്റ്റ് കൊണ്ടും അത് തന്നെ ചെയ്യാറ് നല്ല രസമായിരിക്കും അല്ലേ. ഐ കുഡ് റീഡ് ദർ പ്രോപ്പിംഗ് മൈ സെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദി ബോൾ ഓഫ് ദി ട്രീ വിത്ത് cushions taken from the drawing room. അങ്ങനെ അതിരിക്കാൻ വേണ്ടി ഐ കുഡ് റീഡ് ദർ, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ, നമ്മൾ ആ പുസ്തകത്തിൻ്റെ പേരൊക്കെ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വെറുതെ നമ്മളെനിക്ക് വെറുതെ ഇങ്ങനെ ഹവായിട്ട് ഇരിക്കല്ല, വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുക. ഓക്കെ, പ്രോപ്പിംഗ് മൈ സെൽഫ്, പ്രോപ്പ് എന്ന് പറഞ്ഞാൽ ചാരി നിൽക്കുകയാണ്. അപ്പോൾ പ്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ചാരിക്കൂലേ ഒരു സന്ധിയിലേക്ക് ചാരി, അതാണ് പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദി ബോൾ, BOLE. ഇവിടെ മീൻസ് എന്താ, ആ മരത്തിൻ്റെ തടിയുമായിട്ട് ഞാൻ അങ്ങനെ നമ്മൾ സാധാരണ മരത്തുമേ ഇരിക്കുന്ന രംഗല്ലേ അതന്നെ. ഓഫ് ദി ട്രീ വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ്. ഈ കുഷ്യൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ പില്ലോ, നമ്മൾ വീടുകളിലേക്ക് ഉണ്ടാവും ചെറിയ പില്ലോ അല്ലേ, അത് എടുത്തിട്ട് ഈ ഏറുമാടങ്ങളിലേക്ക് അപ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും, നല്ല സിമ്പിളായിരിക്കും, നല്ല ലാവിഷായിട്ട് നമ്മൾ ലെഷർ ടൈമൊക്കെ യൂസ് ചെയ്യുന്ന ശരിക്കാണ് ഇത്. ഡ്രോയിങ് റൂം, അതിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ അതാ ഐ കുഡ് റീഡ് ദർ, നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു. അതിൽ വായിക്കുന്ന പുസ്തകങ്ങൾ ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോഷിൻസ് ആൻഡ് ലൂസിയാന മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം കുഞ്ഞുകാലത്തെ വായിക്കുന്ന പുസ്തകങ്ങൾ. നമ്മളൊക്കെ കുഞ്ഞുകാലത്ത് കുറേ മൊബൈലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, പക്ഷേ നമ്മളെ ഈ കുഞ്ഞ് റെസിമ്പോട് അങ്ങനെ അന്ന് ചെറുപ്പകാലത്ത് നല്ല അധ്വാനിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും എന്തായി അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതാൻ പറ്റിയില്ലേ. അപ്പോൾ അദ്ദേഹം വായിച്ചൊരുപാട് ഹക്കിൾബറി ഫിൻ അല്ലേ, മൗഗ്ലി സ്റ്റോറീസ്, ഇങ്ങനത്തെ ഒരുപാട് പുസ്തകങ്ങളുടെ പേരാണ് അദ്ദേഹം. അതിൻ്റെ പ്രത്യേകത മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്, പലതരം ഒരേ ഏരിയ മാത്രമായിരിക്കില്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, പലതരമുള്ള പുസ്തകങ്ങളായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണ്.
വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും ഇല്ലല്ലോ, ചില സമയത്ത് നമുക്ക് ബോറാവും അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പം ഫുഡ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുമോ ഇല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറൊക്കെ അടിക്കുമ്പോൾ സമയത്ത് ഞാൻ എന്താവും വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, എനിക്ക് താല്പര്യം ചില സമയത്ത് വായിക്കാൻ തോന്നാറില്ല ആ സമയങ്ങളിലെല്ലാം. ഐ കുഡ് ടുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ട്രീ അറ്റ് ദ വേൾഡ് ബിലോ. ഞാൻ ആ പുസ്തകം മാറ്റി വെച്ച് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത്, ആ മുകളിൽ ഇരിക്കണം അല്ലേ. നേരത്തെ പറഞ്ഞു നമ്മൾ ആ ഏർമാണ പോലത്തെ അവിടെ ഇരുന്നിട്ട് താഴോട്ട് നിന്ന് നോക്കും. അപ്പോൾ എന്തൊക്കെ കാണാം, മുകളിൽ താഴോട്ട് നോക്കിയാൽ ഒരുപാട് പക്ഷികൾ അല്ലേ, ആരൊക്കെ കാണാം, ഒക്കെ താഴെ വരാൻ പോകുന്നുണ്ട് അല്ലേ. എൻ്റെ ലോകത്ത് അതിൻ്റെ മരത്തിന് താഴെയുള്ള വേൾഡിലേക്ക് ഞാൻ ഇങ്ങനെ വീക്ഷിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ വായിക്കില്ല, കാരണം എനിക്ക് ഓൾറെഡി വായിച്ച മടുത്ത സന്ദർഭങ്ങളിലാണത്. ആൻഡ് അറ്റ് ഗ്രാൻഡ് മദർ, ആ സമയത്ത് താഴെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കാണാൻ പോകുന്നത് ഇതാ. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഡ്രസ്സൊക്കെ അലക്കിടാറില്ല. അപ്പോൾ ഗ്രാൻഡ് മദർ എന്താവും ഡ്രസ്സ് കുറേ എടുക്കുക, അവിടേക്ക് വെക്കുക, അതൊക്കെ ചെയ്യുമെന്ന് കാണാൻ പറ്റും. അറ്റ് ദ കുക്ക് ക്വാർലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. രണ്ടാമത് നമ്മൾ കുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളെന്താവും, അതായത് ഫ്രൂട്ടൊക്കെ വിൽക്കാൻ വെക്കുന്ന ആൾക്കാരോട് കോളറുണ്ടായി. അതായത് ഒരു പക്ഷേ 1-2 രൂപ കൂടുമ്പോൾ ഇന്നലെ നിങ്ങൾ 5 രൂപക്ക് തന്നല്ലോ, ഇന്നെന്താ 6 രൂപ, ഇന്നെന്താ ബാക്കിയുള്ള അങ്ങാടികളിലൊക്കെ എന്താ വില കുറവാണല്ലോ എന്ന് നിങ്ങളിങ്ങനെയൊക്കെ സാധാരണ ഇങ്ങനെ കോറൽ ചെയ്യില്ല, അടി ഉണ്ടാക്കൂലേ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ എനിക്ക് മുകളിൽ നിന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ marigolds which insisted on springing up all over his very English garden. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് പാരമ്പര്യമുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ എപ്പോഴും ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ പിന്നെ ചെടികൾ മാത്രമേ അദ്ദേഹം യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ ഒന്നും അദ്ദേഹം യൂസ് ചെയ്യില്ല. അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള പിറുപിറുക്കും അല്ലേ. ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കാം, ഇതെന്താ ഈ ചെടി ഇവിടെ, ഇത് വേണ്ട, നമുക്ക് പുതിയ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ചെടി നടാം എന്നൊക്കെ പറയാറില്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. Usually nothing very exciting happened when I was in the banyan tree. പക്ഷെ സാധാരണ എന്നും കാണുന്ന രംഗമാണ്. പക്ഷേ one particular afternoon I had enough excitement to last me through the summer. പക്ഷെ ഒരു ദിവസം വൈകുന്നേരം എന്തായി, ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് എനിക്കുണ്ടായി. എന്താ പറയാൻ കാരണം, ഒരു സംഭവം നടക്കാൻ പോവാണ്. ഒരു കുഞ്ഞു കഥയിലൂടെ നമ്മൾ ശരിക്കും ഇതാണ് ഇപ്പോഴാണ് ശരിക്കും നമ്മൾ റെസ്പോണ്ട് അഡ്വൻറ്റേഴ്സിനെ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലൂടെ പുതിയൊരു ചരിത്രം അദ്ദേഹത്തിന് അനുഭവപ്പെട്ട അല്ലെ ഒരു എക്സ്പീരിയൻസ്, എക്സൈറ്റ്മെന്റ് അല്ലേ അദ്ദേഹം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. നല്ലൊരു സന്തോഷകരമായ സംഗതി. എന്താണത്? That was time I saw a mongoose and a cobra fight to death the garden while I sat directly above them in the banyan tree. അങ്ങനെ ആ മരത്തിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോബ്രയും അല്ലേ, മംഗൂസ് എന്ന ഒരു കീരി, നമ്മൾ സാധാരണ നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരുപാട് വീഡിയോസ് കാണാം അല്ലേ, പാമ്പും കീരിയും അല്ല തല്ലുകൂടുന്നത് അല്ലേ. എപ്പോഴും ജയിക്കാറല്ല, സ്വാഭാവികമായിട്ട് അപ്പോൾ കീരിയാണല്ലേ. കീരിക്ക് ഭയങ്കര തന്ത്രശാലിയെന്നാണ് സാധാരണ പറയാറ്. പാമ്പ് എത്ര എന്ത് ചെയ്താലും അവസാനം ആരാ ജയിക്കുക? കീരിയാണ് ജയിക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിലൊക്കെ പോയാൽ ഒരുപാട് വീഡിയോസ് കാണാം അല്ലേ. അപ്പം ഞാനങ്ങനെ ശരിക്ക് ഒരു പാമ്പും കീരി അടി കൂടുന്ന രംഗം എനിക്ക് പെട്ടെന്ന് കാണാനിടയായി. ഓക്കെ, സാധാരണ ഒന്നും കാണാറില്ല. എൻ്റെ ഗ്രാൻഡ് മദർ കുറേ വാഷ് ചെയ്യുക, അച്ഛൻ അവിടെ പോവുക, ഇവിടേക്ക് പോവുക, ഗാർഡൻ നോക്കുന്നത്. പക്ഷെ ഇന്ന് സംതിങ് ഒരു എക്സൈറ്റ്മെൻറ്റ് കാഴ്ച എനിക്ക് കാണാണ്ടായി. എന്നാൽ ഈ എല്ലാ കാലത്തും എനിക്ക് ആ സമ്മറിനെ ശരിക്കും എക്സൈറ്റ്മെൻറ്റോട് കൂടെ കാണാൻ പറ്റിയ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, അതെന്തായിരുന്നു? ഒരു മംഗൂസും ഒരു കോബ്രയും ഫൈറ്റ് ചെയ്യുന്ന രംഗം. ഭയങ്കര രസമായിരിക്കും അല്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ അല്ലേ. എന്നായിരുന്നു? ഏപ്രിൽ മാസം. സാധാരണ സ്കൂളൊക്കെ പൂട്ടുന്ന ഏപ്രിൽ മാസമായിരുന്നു അത്, വൈകുന്നേര സമയം. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻ എവരിവൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. അതായത് അന്ന് ചൂട്, സ്വാഭാവികമായിട്ടും ഏപ്രിൽ കാലത്ത് ഭയങ്കര ചൂട്. ആ സമയത്ത് എല്ലാവരും എന്തായി വീടിനുള്ളിലാണ്. ഈവൻ ഗ്രാൻഡ് ഫാദർ എല്ലാവരും ഉള്ളിൽ. ഞാൻ ആ ചൂടൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് മുകളിൽ മരത്തിന് മുകളിൽ ഇരിക്കുന്നത്. ആ സമയത്താണ് ഈ രംഗം കാണാൻ പോകുന്നത്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. എനിക്കെന്തായി, എനിക്ക് ഭയങ്കര ഡ്രൗസി എന്ന് പറഞ്ഞാൽ നല്ല മയക്കം അല്ലേ, ഭയങ്കര ഒരു ക്ഷീണും കാര്യം ചൂടും കാര്യമാകുമ്പോൾ നമുക്കൊരു അല്ലേ ഗ്രൗസി. myself and was wondering if I should go to the pond behind the house for a swim. ഞാൻ എന്ത് ആഗ്രഹിച്ചു, നമ്മൾ വീടിൻ്റെ പുറത്തേക്കുള്ള കുളത്ത് പോയെന്ന് കുളിച്ചാൽ പോലോ അല്ലേ, കുളിച്ചാൽ പോലും ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയ്ക്കും ചൂടാണ്, എല്ലാവരും വീടിൻ്റെ ഉള്ളിലാണ്. അങ്ങനത്തെ സന്ദർഭം. When I saw a huge black cobra gliding out of clump of cactus and making for some cooler part of the garden. എന്തായി, ആ സമയത്താണ് ഒരു കോബ്ര, വലിയൊരു കോബ്ര ഇങ്ങനെ ആ ഗാർഡനിലൂടെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ,
കാച്ചസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടി അല്ലേ, എല്ലാവർക്കും അറിയാം കള്ളിമുൾച്ചെടി അല്ലേ. അതിൽ നിന്നാണ് അതിൻ്റെ അടിയിലൂടെ ആ ഗാർഡനിലേക്ക് ഇങ്ങനെ വലിയൊരു ഗാർഡനിലേക്ക് വലിയൊരു കോബ്ര കടന്നു വരാനുണ്ട്. അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ എ മംഗൂസും ഐ ഹാഡ് ഓഫൻ സീൻ, അതായത് ഞാൻ പലപ്പോഴും എൻ്റെ വീടുകളിലേക്ക് കീരിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല അത്ഭുതം അല്ലെ അതിശയോക്തിയൊന്നുമില്ല. പക്ഷെ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഒരു പാമ്പും കീരിയും മുഖാമുഖം വരികയാണ്. അപ്പോൾ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസിലേക്കാണ്. എനിക്കും ലാഭം എന്നെ കടിക്കില്ല, കാരണം ഞാൻ മരത്തിന് മുകളിലാണ് അല്ലേ, ഭയങ്കര രസമാണ്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerged from the bushes and went straight for the cobra. ആ പാമ്പിന് നേരെ ആര് വന്നു? കീരി വരികയാണ്. ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ വീക്ഷിക്കാം. In a clearing beneath the tree in bright sunshine they came face to face. അതായത് മുകളിൽ ആ സൂര്യപ്രകാശം കാരണം എനിക്ക് ശരിക്കും കാണാം അല്ലേ, അവർ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക. രണ്ട് പടക്കുതിരകൾ അല്ലേ, ഒരു പാമ്പും ഒരു കീരിയും. എന്തെല്ലാം രസീകാരം അല്ലേ. Cobra knew only too well and that grey mongoose 3 feet long was a superb fighter, clever and aggressive. Difficulty word നമ്മൾ ഓടി എഴുതി, aggressive and vigorous അല്ലേ പറയാം. കോബ്ര ന്യൂ പറഞ്ഞാൽ കോബ്രക്ക് അറിയാം, പാമ്പിനെ അറിയാം. എന്താ പാമ്പിനെ അറിയുന്നത്? ഓൺലി too well that the grey mongoose 3 feet long, 3 feet 3 അടി അല്ലേ നിങ്ങളുള്ളൂ, വാസ് എ സൂപ്പർ ഫൈറ്റർ. എനിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അല്ലേ പോരാളിയാണ് ആര്? നമ്മുടെ മംഗൂസ് എന്ന് ശരിക്കും ആർക്കറിയാം? ഈ നീണ്ട നമ്മുടെ ഉശ്വരനായ പാമ്പിനെ അറിയാം. ക്ലവർ ആൻഡ് അഗ്രസീവ്, ഭയങ്കര ക്ലവർ ആയിരുന്നു. ക്ലവർ എന്ന എല്ലാ പ്രശ്നങ്ങളും ശരിക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ആൾ, അതായത് ഏത് ഫൈറ്റുണ്ടായാലും വിജയിക്കാൻ പറ്റിയ ആളാണ് തൻ്റെ എതിരാളിന്ന് ആർക്കറിയാം? നമ്മളെ കോബ്രക്കറിയാം. ആൻഡ് അഗ്രസീവ് ആണ്, അത് ഡിഫിക്കൽറ്റി വേർഡ് നമുക്ക് കൊടുത്ത് അഗ്രസീവ്. ഈ വാക്ക് ഇപ്പോൾ ബോൾഡായി കൊടുത്ത്, കാരണം ഇനി ശേഷമുള്ള ചാപ്റ്റേഴ്സിൽ ഈ വേർഡ് വീണ്ടും ആവർത്തിക്കും, പക്ഷെ ഇനി ബോൾഡ് ആയിരിക്കണം എന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂ വേർഡാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വിഗറസ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, ഭയങ്കര വിഗറസ്, എന്ത് കാട്ടിയാലും അദ്ദേഹം തളരില്ല, അങ്ങനത്തെ ഒരു വേർഡാണ് വിഗറസ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ. പക്ഷെ എന്തായിരുന്നു? കോബ്രയും വിട്ടുകൊടുക്കുന്ന ആളാണോ? അല്ല, അവരും വിട്ടുകൊടുത്തില്ല. അവൻ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. അദ്ദേഹം എന്താണ്? ഭയങ്കര പോരാളി തന്നെ. അപ്പൊ നമ്മളെ പോർമുഖത്ത് 2 പേരുണ്ട്, അതിശക്തമായൊരു കോബ്രയും അതിലൂടെ അത് നല്ല ക്ലവറായ അഗ്രസീവായ അല്ല ഫൈറ്റർ, സൂപ്പർ ഫൈറ്ററായ കീരിയും മുഖാമുഖം നിൽക്കുക. He could move swiftly and strike with the speed of light. അല്ലേ, പ്രകാശ വേഗതയിൽ പാമ്പിനൊക്കെ അല്ലേ. നമ്മൾ ശരിക്കും പാമ്പൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ അവിടേക്ക് പോകാൻ അല്ലേ നമുക്ക് പേടിയേക്കാരം, അതിന് ഫൈറ്റ് ചെയ്യും. പെട്ടെന്ന് ആക്രമിക്കുന്ന ആളാണ് ആര്? പാമ്പ് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. And the sacks behind his long sharp fingers were full of deadly venom. ആ പാമ്പിൽ എന്തുണ്ട്? ഫുള്ള് വിഷം നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിശക്തമായിട്ട് ഇങ്ങനെ ഒരു അടി കൂടാൻ, മല്ല് കൂടാൻ വേണ്ടി കീരിയും പാമ്പും മുഖാമുഖം നോക്കുകയാണ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. എനിക്കറിയാം ഇത് ചാമ്പ്യന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കുന്നു അല്ലേ. അപ്പോൾ റസ്കിൻ ബോൺ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ എന്ന ആ ചാപ്റ്ററിലൂടെ അത് നല്ല നല്ല രസമുള്ള ഒരു നല്ല എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള, അറിയാൻ താല്പര്യമുള്ള, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെ, സംതിങ് എക്സൈറ്റ്മെന്റ് ഉള്ള നല്ല ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. ഇതുവരെയുള്ള ഭാഗങ്ങൾ വളരെ സിമ്പിളാണ്. ഡിഫിക്കൽട്ട് വേർഡുകൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ഡെൽവ് എന്ന് പറഞ്ഞാൽ ടു സെർച്ച് thoroughly and carefully. പ്രത്യേകിച്ച് നമ്മൾ കീശയിലൊക്കെ ശരിക്കും നോക്കൂലേ, അണ്ണാൻ്റെ ആ രംഗമാണ് പറയുന്നത്. കാറ്റബിൾ എന്ന കവണ നമ്മൾ ഓൾറെഡി ഇല്ലേ ഒരു ഫോട്ടോ കാണിച്ചു. ഇൻവാൻഷൻ എന്ന കങ്കർ അല്ലേ, കോങ്കർ. ആൻഡ് റീസെന്റ് എന്ന ഫീൽ ബിറ്റർനെസ് അറ്റ് എ ആക്ഷൻ ഓർ എ പേഴ്സൺ അല്ലേ. നമ്മൾ ഒരു ദേഷ്യം കാണിക്കാറില്ല ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആക്ഷനോടൊക്കെ അതിന് റീസെന്റ് എന്ന് പറയും. ആൻഡ് സ്ക്വാബിൾ എന്ന മൈനർ ഫൈറ്റ്, പക്ഷികൾ തമ്മിലുള്ള മൈനർ സ്ക്വാബിൾ എന്നാ പറയുക. അത് ലാസ്റ്റ് വേർഡ് അഗ്രസീവ് എന്ന വിഗറസ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്കി നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.